നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ ഇന്തോനേഷ്യയിൽ നടത്തിയ സോളോ യാത്രയുടെ 7ാമത്തെ എപ്പിസോഡാണ് ഇത്. ഈ യാത്രക്കിടയിൽ ഇന്തോനേഷ്യയുടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നടന്ന പരമ്പരാഗതമായ ഒരു വിവാഹം ചിത്രീകരിക്കാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതാണ് അവർക്ക് വിവാഹത്തിന് കൊടുക്കുന്ന വണ്ടിയാണ്. നമ്മുടെ വീട്ടിലെ നാട്ടിലെ പോലെ ഒരു വലിയ വണ്ടിയൊന്നും കൊടുക്കാനില്ല. ഇവിടെ ഒരു 2 വീലറാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ പെർമിഷൻ കിട്ടി നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻസ് എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യാം. പെർമിഷൻ കിട്ടി ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഇരുന്നവരെല്ലാം വളരെ ആകാംക്ഷയോട് കൂടി ഒരു അത്ഭുതത്തോടുകൂടി ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ഗുസ്തി അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബറാണെന്നും യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചിത്രീകരിക്കുന്നതെന്നും മറ്റുള്ളവരോട് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് മാറി അവരുടെ ഫങ്ഷൻസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. വരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ, ആടയാഭരണങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളുണ്ട്. ഇതെല്ലാം പരസ്യമായിട്ട് തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത്. വരൻ്റെ അച്ഛനും അമ്മയും വധുവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് സമ്മാനങ്ങൾ നേരിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആടയാഭരണങ്ങളാണ് കൊടുത്തത്. വരൻ്റെ അമ്മയാണ് വധുവിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളത്. ഇത് വിവാഹത്തിന് അവർ അണിയാനുള്ള ആഭരണങ്ങളാണ്. ഇനി വരൻ്റെ വധുവിൻ്റെ അച്ഛന് പണം കൊടുക്കും, സാമ്പത്തികമായിട്ടുള്ള സഹായവും ചെയ്യും. അതും പരസ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വരൻ വധുവിൻ്റെ വീട്ടിൽ വന്ന് വിവാഹത്തിന് മുന്നോടിയായി നടത്തുന്ന ചില ആചാരക്രമങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത്. ബാലിയിൽ വിവാഹിതരാകുന്നതിന് 2 അത്യാവശ്യ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. 2 പങ്കാളികളും ഒരേ മതത്തിൽപ്പെട്ടവരായിരിക്കണമെന്ന് നിർബന്ധമാണ്. മറ്റൊന്ന്, ദമ്പതികൾ പ്രാദേശിക എംബസിയിൽ നിന്നോ കൗൺസിലേറ്റിൽ നിന്നോ വിവാഹത്തിന് തടസ്സമില്ല എന്ന ഒരു കത്തും കൂടി വാങ്ങിക്കണം. സാധാരണയായി ഇന്തോനേഷ്യയെ അംഗീകരിച്ച 5 മതങ്ങളിൽ ഒന്ന്, അതായത് ബുദ്ധമതം, കത്തോലിക്ക മതം, ഹിന്ദുമതം, ഇസ്ലാം മതം, പ്രൊട്ടസ്റ്റന്റ് മതം, ഇവയിൽ ഏതെങ്കിലും വിശ്വസിക്കുന്ന ദേശീയതയിലുള്ള ആൾക്കാർക്ക് ഇന്തോനേഷ്യയിൽ വിവാഹം ചെയ്യാം. വരൻ്റെ മാതാപിതാക്കൾ വധുവിൻ്റെ മാതാപിതാക്കൾക്ക് പൊന്നും പണവും കൊടുക്കുന്ന കർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബാലിയിൽ ഔദ്യോഗികമോ നിയമപരമോ ആയ വിവാഹം മിക്കവാറും എല്ലാ ദമ്പതികൾക്കും സാധ്യമാണ്. ബാലിയിൽ നിയമപരമായ വിവാഹം രജിസ്റ്റർ ചിലവേറിയതുള്ളതല്ല. നടപടിക്രമങ്ങളും വളരെ ലളിതവുമാണ്. ഇന്തോനേഷ്യൻ പൗരത്വമില്ലാത്തവർക്കും ഇന്തോനേഷ്യയിൽ വിവാഹം ചെയ്യാം. പക്ഷേ അവരവരുടെ എംബസിയിൽ നിന്നും വിവാഹത്തിന് തടസ്സമില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് നേടണം. അങ്ങനെ ബാലിയിലെത്തി എനിക്കൊരു വിവാഹത്തിനും പങ്കുകൊള്ളാൻ സാധിച്ചു. ഇവർക്കെല്ലാം വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതാകുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് വളരെ സന്തോഷത്തിലാണ് എടുക്കുന്നത്. അതിൻ്റെ ഓരോരോ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ നിന്ന് പൂജയും മറ്റു കാര്യങ്ങളും സൈഡിൽ നടക്കുന്നുണ്ട്. Thank you. India. Yes, India. India. കൊടുത്ത വസ്തുക്കൾ എല്ലാവരും ഒന്ന് തൊട്ട് വന്ദിക്കണം. അതിലവരെ ഇലയൊന്ന് മുറിക്കണം, അതായത് കഴിക്കുന്ന ഇലയൊന്ന് മുറിക്കണം. മുറിച്ച് വരൻ്റെ വീട്ടുകാരെല്ലാവരും ഇതിനകത്ത് പങ്കുകൊള്ളുന്നതിനായിട്ടാണ് ഇത് വരുന്നവരെല്ലാം കണ്ടത്. ഇതാണ് ഇതൊരു കർമ്മമാണിത്. അടുത്ത മറ്റേതോ വസ്തുക്കൾ അവരുടെ കയ്യിൽ കൊടുക്കുന്നു. എല്ലാവർക്കും ഓരോരുത്തർക്കും കൊടുക്കുന്നു. എന്തിൻ്റെ സൂചനയാണെന്ന് നമുക്ക് വിശദീകരിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. ഞാൻ ഇതെല്ലാം പിന്നീട് വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം എന്തായാലും ഇതെല്ലാം നമുക്ക് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പാത്രത്തിൽ വെച്ചിരുന്ന ഫ്രൂട്ട്സും മറ്റു എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. ബാലിയിലെ മതപരവും നിയമപരവുമായ വിവാഹ ചടങ്ങുകൾ അതിൻ്റെ രേഖകൾ കൈവശം വയ്ക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും മിക്ക വിദേശ രാജ്യങ്ങളും നിയമപരമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. വരൻ താമസിക്കുന്ന പ്രാദേശിക സ്ഥലത്തെ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ആ 2 പേര് വന്നിരിക്കുന്നത്. അവർ സംഘടനയുടെ രജിസ്ട്രേഷനും മറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ തന്നെ വധുവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ട് ഇവരൊരു കരാർ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ.
പല സംഘടനകളുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വന്ന് ഇവരെ കൊണ്ട് വിവാഹ സമയത്തൊക്കെ ഒപ്പിടിപ്പിക്കുന്നത്. അതിന് തത്തുല്യമായിട്ടുള്ള ഒരു കർമ്മം. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളാണ്. പല വിചിത്രമായ ആചാരങ്ങൾ എനിക്കിവിടെ ദർശിക്കാൻ കഴിഞ്ഞു. കൂട്ടത്തോടെയുള്ള പ്രാർത്ഥന, അതുപോലെ പല സാധനങ്ങളും ഉണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ നാട്ടിലതൊന്നും ഇല്ലാത്തതാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ നാട്ടു നടപ്പിന് എതിർവശമായിട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു കാര്യം എനിക്ക് ഇവിടെ ബോധ്യപ്പെട്ടത്, വരൻ്റെ ആൾക്കാരാണ് വധുവിൻ്റെ വീട്ടുകാർക്ക് പൊന്നും പണവും വിവാഹ ചെലവിനുള്ള സമ്മാനങ്ങളും മറ്റും കൊടുക്കുന്നത്. അങ്ങനെ പല ആചാരങ്ങളും വളരെ അത്ഭുതത്തോടു കൂടി തന്നെ ഞാൻ ചിത്രീകരിച്ചു. ഇതുപോലുള്ള പ്രധാന ചടങ്ങുകൾക്ക് ശേഷം ഇരു കൂട്ടരും അന്യോന്യം കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് അവരുടെ സമ്മതം ഇങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നു. ആ കർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു സൈഡ് മാറി ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് നടക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിന് മാത്രമല്ല, ഈ സദസ്സിനും ഒരു മൂലയിലും ഒരു പൂജാരി ഇരിക്കൊണ്ട് അദ്ദേഹവും പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനയിൽ നിന്ന് കൊണ്ടുവന്ന രജിസ്ട്രേഷൻ. അതിലെല്ലാവരും ഒപ്പ് കഴിഞ്ഞ് അത് തിരിച്ചവർ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. ഇതിന് ശേഷം ഈ വന്നവരിൽ ഒരാൾ ഒരു പ്രഭാഷണമൊക്കെ നടത്തും. ഞങ്ങൾ ഇന്ന കാര്യത്തിന് വന്ന് ഇന്ന കാര്യങ്ങളൊക്കെ നടത്തും. അതാണിപ്പോൾ നടക്കുന്നത്. Ini sarang-sarang gitu asal. Yang itu kan dia pasti. Iya. Aku juga sering lihat caranya. Ini dengan sarang. Ini. Ucapan liwat sedikit kan. Oh, kita nih. ആ കർമ്മങ്ങൾക്ക് ശേഷം വധുവും വരനും കൂടി ഒരു മതാധ്യക്ഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് അവിടെയുണ്ട് ഒരു രജിസ്ട്രേഷൻ. അവിടെ ഇവർ രണ്ടും കൂടെ ഒപ്പിടുകയും മറ്റും വേണം. ഞങ്ങളെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ കർമ്മങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി അവർ ക്ഷണിച്ചത്. ഇന്തോനേഷ്യക്കാരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്, വളരെ ആതിഥ്യ മര്യാദകളുള്ള വളരെ നല്ല ആൾക്കാരാണ് ഇവരെന്ന് വേണം പ്രത്യേകിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് എല്ലാ വീട്ടിലും ഞാൻ കണ്ടത്. തുടക്കം മുതൽ ഇന്നേ വരെ കണ്ടത് എല്ലാവരും അവരുടെ പ്രവർത്തന രീതികളും സഹകരണ രീതികളും പ്രശംസനീയം തന്നെയാണ്. ആചാരങ്ങൾ പൂർണ്ണമായി തീർന്നിട്ടില്ല. ഇനി ഇവർ ഈ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് ഗേറ്റിൽ പോയിട്ട് നിൽക്കും. ഇവർ രണ്ടും കൂടെ വേറെ ചില കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനോടൊക്കെ നമ്മുടെ ഗുസ്തിയും അവിടെയുള്ള ഒരു ഭാരവാഹിയുമായിട്ടുള്ള കൺവെർസേഷനാണ് നടക്കുന്നത്. അടുത്ത കർമ്മത്തിന് വേണ്ടിയാണ് അവർ രണ്ടും കൂടെ അങ്ങോട്ട് പോകുന്നത്. ഭക്ഷണങ്ങളെല്ലാം ബുഫേ തന്നെ. ബുഫേ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊരു കൊച്ചു സുൽത്താനാണിത്. എവിടെ നോക്കിയാലും ഇവിടെ ഒരെണ്ണം ഇത് കാണും. ഈ ഒരു പൂജയും കാര്യങ്ങളും എല്ലായിടത്തും ഉള്ളതാണ്. അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഗേറ്റിന് ഫ്രണ്ടിൽ നടക്കുന്ന ചില ആചാരാനുഷ്ഠാനങ്ങൾ. ഇതോടുകൂടി ഇവിടുത്തെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെയുണ്ട് പ്രത്യേകമായിട്ടുള്ള വീട്ടിലെ മുതിർന്ന ഒരു സ്ത്രീയാണ് ഇതിന് എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാലൊക്കെ വിവാഹത്തിന് വരുമ്പോഴത്തേക്ക് വരൻ്റെ കാലൊക്കെ കഴുകി സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിന് തത്തുല്യമായിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ സമയങ്ങൾ തീരാവുന്ന അവസാന നിമിഷങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിവാഹത്തിന് എത്തുന്ന വരന് വിവാഹപ്പത്തിലേക്ക് കയറുന്നതിന് മുൻപായിട്ടാണല്ലോ ബന്ധുക്കൾ കാല് കഴുകി സ്വീകരിക്കുന്നത്. പക്ഷേ ഇവിടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കർമ്മം ആണ് വെളിയിൽ നടക്കുന്നത്. ഇതിനുശേഷം ഇവർ രണ്ടും കൂടെ വീട്ടിലേക്ക് ആനയിച്ചുകൊണ്ട് കൊണ്ടുപോകും. ഏതൊക്കെയോ പൂജ ചെയ്യാനുള്ള സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം നല്ല വൃത്തിയായിട്ട് ചിത്രീകരിച്ച് അവരുടെ സഹകരണത്തോടു കൂടി തന്നെ ഏതായാലും എനിക്ക് നല്ല ചാൻസാണ് കിട്ടിയത്. വളരെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. ഇതാണ് സോളോ ട്രാവൽസിനുള്ള ഗുണം ഇതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മുഴുവൻ ഇതുപോലെ ഒരു കർമ്മത്തിന് അവർ ഉൾക്കൊള്ളിക്കൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് ഇത് അവർ അനുവദിച്ചതും നമുക്ക് ഈ ഭാഗ്യം കിട്ടിയതും. ഇതിനോടൊപ്പം തന്നെ അവർ വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ ഗുസ്തി വളരെ നിർബന്ധിച്ച് 2 കുപ്പി വെള്ളവുമായിട്ട് പിൻ ചെയ്യാൻ ശ്രമിച്ചവിടുന്നു. ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ നേരത്തെ തന്നൊരു ഇൻഫർമേഷൻ തൊട്ടും തെറ്റായിരുന്നു. ഈ സ്കൂട്ടർ അദ്ദേഹത്തിന് ഇന്നത്തേക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ്.
വേറൊരു പുതിയ കാറും ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. അത് കാരണം ഇന്നത്തെ റോഡിൽ ഇറക്കാൻ പറ്റില്ല. ആ കാർ തൊട്ടപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് താൽക്കാലികമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്കൂട്ടറാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.